ഞാൻ ഇത് അദ്രിയുടെ അച്ചമ്മയാണ്. ഞാൻ ഒരു നാടൻ കൂണ് കറി തയ്യാറാക്കുകയാണ്. അതിന് വേണ്ട ചേരുവകൾ ഇത് കൂണ് ആദ്യം നമ്മൾ അതിൻ്റെ പുറം ഒരു വഴുവഴുപ്പ് പോലെ ഉണ്ട്, അതൊന്ന് ഇതാക്കി ഉരിച്ച് കളയുക. ഒരു ലേശം പാട പോലെ അത് ഉരിച്ച് കളയുക. ഉരിച്ച് കളഞ്ഞിട്ട് അത് നുറുക്കി ഒരു മിനിമം ഒരു 4-5 നുറുക്കിയാൽ മതി. നുറുക്കിയിട്ട് അത് ലേശം മഞ്ഞപ്പൊടി കൂട്ടി പുരട്ടി വെക്കുക. മഞ്ഞപ്പൊടി കൂട്ടി പുരട്ടി വെച്ചിട്ട് ഇത് കൂണ് മഞ്ഞപ്പൊടി പുരട്ടി വെച്ചു. ഇനി അതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. ഈ അരപ്പിൽ ഒരു ചെറിയ മുറി നാളികേരത്തിൻ്റെ പകുതിയോളം ചിരകി എടുത്തു. അതിൽ ഒരു 4-5 ചുമന്നുള്ളി പൊളിച്ചിട്ടു. അല്പം ഒരു 2-3 ചെറിയ അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും ഇട്ടു. പിന്നെ അതിലേക്ക് വേപ്പിലയും കൂടി നാളികേരത്തിൽ ഇട്ട് വെച്ചു. അപ്പം അതിന് മുമ്പ് ഒരു നുള്ള് നമ്മുടെ ചോറ് വെക്കണ, അതിപ്പോൾ ഏതരിയായാലും കുഴപ്പമില്ല, ഈ കുത്തരിയ അല്ലെങ്കിൽ വെള്ളരി ആയാലും കുഴപ്പമില്ല. ഒരു നുള്ള അരി, ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണത് കുത്തരിയാണ്. അപ്പോൾ അത് ഒരു നുള്ള അരി നന്നായിട്ട് പൊരിഞ്ഞ വറുത്ത് ഇതായിട്ട് എടുക്കുക. അത് വറുത്ത് അവിടെ മാറ്റി വെച്ചിട്ട് ഈ നാളികേരം ഇതെല്ലാം കൂടി അരപ്പിനുള്ളത് ഇതാക്കി വെച്ചേക്കണത് കൂട്ടി വറുക്കുക. ശരിക്ക് ചുമക്ക വറുത്ത് ഇതായി കഴിയുമ്പോൾ ശരിക്കും ചുമക്ക വറുത്ത് ചുമന്ന് ഇതാവുമ്പോൾ ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു അര സ്പൂണ് എടുത്തിട്ടുണ്ട്, അര സ്പൂണ് മുളക് പൊടിയും കൂടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മളത് വാങ്ങി വെച്ച് ഈ അരിയും കൂടി വറുത്ത് വെച്ച അരിയും കൂടി കൂട്ടി ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി അല്പം ഇട്ട് അരച്ചെടുക്കുക. അരച്ച് വെച്ചിട്ട് അരപ്പിനുള്ള ഇതൊക്കെ തയ്യാറാക്കി വെച്ചു. പിന്നെ നമുക്കതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും വേണം. 2 സബോള വേണം, ഒരു തക്കാളിയും. ഞാനിപ്പോൾ അതങ്ങനെ കണക്ക് നോക്കിയിട്ടൊന്നല്ല ചെയ്യണേ, ഒരു ഉദ്ദേശം കണ്ടിട്ടാണ് എടുക്കണേ. 200 കൂണാണ്, 200 ഗ്രാം കൂണാണ് എടുത്തേക്കണേ. അപ്പോൾ അത് ഒരു ചീനിച്ചട്ടി വെച്ച് അതിൽ ചീനിച്ചട്ടി ചൂടാകുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വെളുത്തുള്ളി ഇഞ്ചിയും സബോള ഞാൻ കൂണിൻ്റെ ഒരു ഷേപ്പ് അനുസരിച്ചാണ് സബോള ഞാൻ 4 പൊളിച്ചിട്ട് തക്കാളിയും സബോളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെയും കൂടി വഴറ്റി കഴിഞ്ഞിട്ട് അല്പം വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് കൂണിനെ ഇട്ട് കഴുകി വാരി എടുത്തത് ഈ സബോളയും ഇതൊക്കെ വഴഞ്ഞപ്പോൾ അതിൽ കൂടെ ഈ കൂണിനെ ഇട്ട് ഞാൻ 2 കൊത്ത് നാളികേരം കുത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കൂണിനെ ചൂടുവെള്ളത്തിൽ നിന്ന് കഴുകി വാരി എടുത്തിട്ട് നാളികേര കൊത്തും ഇതൊക്കെ ഈ സബോളയെ കൂടി ഇട്ട് ഇതാക്കി കഴിയുമ്പോൾ ഈ കൂണിനെയും അതിലേക്ക് ഇട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വയ്ക്കുക. ഒരല്പം ഉപ്പ് കൂടിയിട്ട് ഇത് മൂടി വെക്കണതല്ലേ കാണണേ, മൂടി. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ അരപ്പ് ഇതിലേക്ക് ചേർത്ത് പാകത്തിനുള്ള വെള്ളം ഇതൊക്കെ ഒഴിച്ച് കറി പാകാക്കുക. അങ്ങനെ കറി റെഡിയാക്കി നമ്മളത് വാങ്ങി വെച്ചിട്ട് 2 ചുമന്നുള്ളിയും 2 വറ്റൽമുളകും ഇത്തിരി ഒരു നുള്ളി കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് ഈ ഉള്ളിനെയും വറ്റൽമുളകിനെയും അതിലിട്ട് നന്നായിട്ട് താളിച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി വേപ്പലയും കൂടിയിട്ട് താളിച്ച് കറിയിലേക്ക് ഒഴിക്കുക. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇത് ചെയ്ത് നോക്കുക. അരിമണി ഈ അരപ്പിൽ കൂടെ കൂട്ടി അരച്ച് ഇതാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയാണ് ടേസ്റ്റും കൊഴുപ്പും വരും. ഞാൻ ആദ്യമായിട്ടാണ് ഈ കൂണ് ഉപയോഗിക്കണത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറമ്പിൽ കൂണ് മുളച്ച് കിട്ടാറുണ്ട്, ആ കൂണാണ് ഉപയോഗിക്കാറ്. ഇങ്ങനെ തന്നെയാണ് അത് കറി വയ്ക്കാറ്.
അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഞാനിപ്പോൾ ഈ കൂണും അങ്ങനെ കറി വെച്ചത്. പറമ്പിൽ നിന്ന് 2-3 വർഷമായിട്ട് കിട്ടാറില്ല. പറമ്പിൽ നിന്ന് കിട്ടണത് തന്നെയാണ് വെക്കാറ്. ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. എൻ്റെ കുഞ്ഞുമോന് നല്ല ഇഷ്ടമായിട്ടുണ്ട് കൂണ് കറി. അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് ഇത് അഭിപ്രായം പറയുക.